3 ദിവസത്തോളം പോലീസിനെ വട്ടം കറക്കിയ ശേഷമാണ് അർജുൻ ആയങ്കിയെ പിടികൂടാൻ കഴിഞ്ഞത്. ആയങ്കിയുടെ അറസ്റ്റിനൊപ്പം ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ ഗ്രിപ്പ് ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരൻ അജയ്യെ അർദ്ധരാത്രിയോടെ പോലീസ് കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ആയങ്കിയുടെ പ്രധാന കൂട്ടാളിയായ പ്രണവിനെ കണ്ടെത്താനായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രതി ഒളിവിലിരിക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച വിവാദ പോസ്റ്റുകൾക്ക് പിന്നിൽ പ്രണവെന്നാണ് പോലീസ് നിഗമനം. അർജുൻ ആയങ്കി പിടിയിലായെങ്കിലും അവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ട എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ഇയാൾക്ക് സഹായം ചെയ്തവരെയും അറസ്റ്റ് ചെയ്യും. ഇവരെ കണ്ടെത്താനായി വ്യാപക തെരച്ചിലാണ് നടക്കുന്നത്. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഗ്രിപ്പും ശക്തമാക്കും. അർജുൻ ആയങ്കിയുടെ പ്രധാന കൂട്ടാളിയായ പ്രണവിനെ കണ്ടെത്താനായി തെരച്ചിൽ ശക്തമാക്കി. ആയങ്കി ഒളിവിലിരിക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വിവാദ പോസ്റ്റുകൾ ഇട്ടത് പ്രണവാണെന്നാണ് സൂചന. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ തളിപ്പറമ്പിൽ അർജുൻ ആയങ്കിക്കൊപ്പം പ്രണവ് ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷമാണ് ഇരുവരും 2 വഴിക്ക് പിരിഞ്ഞതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരുമ്പോൾ പ്രണവ് തനിക്കൊപ്പം ഉണ്ടായിരുന്നതായി അർജുൻ ആയങ്കിയും പോലീസിന് മൊഴി നൽകിയതായാണ് വിവരം. നിലവിൽ അർജുന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫോൺ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നല്ല വിവാദ പോസ്റ്റുകൾ ഇട്ടതെന്നാണ് പോലീസ് കരുതുന്നത്. പ്രണവിനെ പിടികിട്ടിയാൽ പോസ്റ്റുകളിട്ട ഫോൺ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരൻ അജയ് ആയങ്കിയെ ജാമ്യത്തിലെടുക്കാനെത്തിയയാളെ കോഴിക്കോട് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരവധി കേസുകൾ പ്രതിയായ മലാപ്പറമ്പ് സ്വദേശി ഐനിഷിനെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. ഐനിഷിന് ജാമ്യം നിൽക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യമായതോടെ അജയുടെ മറ്റൊരു സഹോദരനായ അഖിൽ ആയങ്കി സ്റ്റേഷനിലെത്തി ജാമ്യം നിൽക്കുകയായിരുന്നു. സ്റ്റേഷന് പുറത്തെത്തിയ അഖിൽ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നത് അജയ് അല്ല, അത് അർജുൻ തന്നെയായിരുന്നുവെന്നും അഖിൽ പറയുന്നു. ശനിയാഴ്ച രാത്രി 12 മണിയോടെ കോഴിക്കോട് നടക്കാവ് ഭാഗത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിന് മുമ്പിൽ വെച്ചാണ് അജയ് പോലീസ് പിടിയിലാകുന്നത്. അർജുൻ ആയങ്കിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചതിനെ തുടർന്ന് കേസ് നടത്തുന്നതിനാവശ്യമായ പണം സ്വരൂപിക്കാൻ അജയ് ആയങ്കിയുടെ അക്കൗണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് അർജുന്റെ അറസ്റ്റിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാകും അനുഭവം. അർജുനെ കുറിച്ച് വിവരം നൽകിയ ഓട്ടോ ഡ്രൈവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അർജുൻ ആയങ്കി ഹീറോയാണോ സീറോയാണോ എന്ന് വൈകാതെ മനസ്സിലാകുമെന്നാണ് ADGP P. വിജയന്റെ പ്രതികരണം. ആയങ്കി മാത്രമല്ല, ആരാധകരും നിരീക്ഷണത്തിലാണ്. ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി മാത്രം 55 പേരെ കസ്റ്റഡിയിലെടുത്തെന്നും ADGP. അത് ഹീറോ ആണോ സീറോ ആണോ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ മാത്രമല്ല, റോം ഹീറോസിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോലീസ് വർഷിപ്പേഴ്സിന് പിന്നാലെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ചില ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതിനെ ലൈക്ക് ചെയ്യുകയോ അതിനെ അനുകൂലിക്കുന്ന കമന്റ് ചെയ്യുകയോ അവരെ ഹാർബർ ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലെ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നുള്ളത് ഒരു ടിൽ ദി എൻഡ് ഓഫ് ഗുണ്ടകളെല്ലാവരെയും നിയമത്തിന് മുമ്പിൽ പ്രോപ്പറായിട്ട് വരുന്നവരെ ഉണ്ടായിരിക്കും. അതിനിടെ അർജുൻ ആയങ്കിക്കായി പത്തനംതിട്ടയിലെ CPM പ്രവർത്തകരുടെ വീട്ടിൽ പരിശോധന നടത്തിയതിനെതിരെ പാർട്ടി രംഗത്തെത്തി. മല്ലപ്പള്ളി ലോക്കൽ സെക്രട്ടറി നിതിനടക്കമുള്ളവരുടെ വീട്ടിൽ ശനിയാഴ്ച രാത്രിയാണ് പോലീസ് സംഘം തെരച്ചിൽ നടത്തിയത്. അർജുൻ ആയങ്കി കസ്റ്റഡിയിലായ ശേഷമാണ് പത്തനംതിട്ടയിൽ പോലീസ് റെയ്ഡ് നടത്തിയതെന്ന് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ആരോപിച്ചു. അർജുൻ ആയങ്കി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ നരനായാട്ട് പോലീസ് സംഘടിപ്പിച്ചത്. സത്യത്തിൽ അർജുൻ ആയങ്കി 9 മണിയോടുകൂടി തന്നെ എവിടെയുണ്ടെന്ന് പോലീസ് ലൊക്കേറ്റ് ചെയ്തതാണ് ഇന്നലെ രാത്രി. ഇവിടെ നടന്നത് അതിനുശേഷം രാത്രി 11:30 ശേഷമാണ് പോലീസ് ഇവിടെ എത്തിയത്. ആദ്യം ഒരു പോലീസ് വാഹനം വരുന്നു, പിന്നീട് 8 പോലീസ് വാഹനങ്ങളിലായിട്ടാണ് 60ഓളം പോലീസുകാർ ഇവിടെ വരുന്നത്. ഇവിടെ പോലീസിന്റെ റെയ്ഡ് ഷൂട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് പോലീസ് റെയ്ഡ് നിർത്തിയത്. CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതിന്റെ വീടാണ് ആദ്യം റെയ്ഡ് ചെയ്തത്. അപ്പോൾ അത് രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.